സങ്കീർത്തനങ്ങൾ 85 അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. ഓർമ്മിക്കുക, ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ധാരാളം കാര്യങ്ങൾ വിശുദ്ധനെ കുറിച്ചുണ്ട്. ക്രിസ്തുവിന് ശേഷം 480 ആണ്ടിൽ ഇറ്റലിയിലെ നുർസിയായിൽ ജനിച്ചു. വിശുദ്ധ കുരിശിനോട് അത്യഗാധമായ ഭക്തി പുലർത്തിയിരുന്ന അദ്ദേഹം നമ്മുടെ വീണ്ടെടുപ്പിന്റെ ചിഹ്നമായ വിശുദ്ധ കുരിശിനോട് അത്യന്തം ആദരവുണ്ടായിരിക്കുവാനും മനുഷ്യരുടെ രക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ശത്രുക്കളോട് പോരാടുന്നതിന് കുരിശിന്റെ ഉപയോഗത്തിൽ അഭയം പ്രാപിക്കുന്നതിനും തന്റെ അനുയായികളെ പഠിപ്പിച്ചു. 30 മാർപ്പാപ്പമാരെയും ആയിരക്കണക്കിന് വിശുദ്ധരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്ത് കീർത്തിയാർജിച്ച ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. നാം എല്ലാവരും ഉപയോഗിക്കുന്ന കൊന്തയിലെ കുരിശിന്റെ മറുഭാഗത്ത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ രൂപം പതിപ്പിച്ചിട്ടുണ്ട്. പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായിട്ടാണ് സഭ വിശുദ്ധന്റെ ഈ രൂപത്തെ കാണുന്നത്. കത്തോലിക്ക തിരുസഭയിൽ ഉപയോഗിക്കുന്ന കാശുരൂപത്തിന്റെ ഏറ്റവും പുരാതനവും ശ്രേഷ്ഠവുമായ ഒന്നാണ് വിശുദ്ധന്റെ ഈ രൂപം. ഈ കാശുരൂപത്തിന്റെ ഒരു വശത്ത് കുരിശും മറുവശത്ത് വിശുദ്ധന്റെ രൂപവുമാണ്. ഈ കാശുരൂപം ഭക്തിപൂർവം ധരിക്കുന്നവർക്ക് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ആശ്വാസവും ശക്തിയും അതുവഴി ദൈവസഹായവും അത്ഭുതാവഹമായി ലഭിക്കുന്നു. ഭൂതോച്ചാടനം നടത്തുന്ന എല്ലാ വൈദികരും തങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ കാശുരൂപം അല്ലെങ്കിൽ വിശുദ്ധന്റെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന കുരിശ്. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ഇത് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനു വേണ്ടുന്ന പ്രത്യേക സ്വർഗീയ സഹായവും ഇതുമൂലം ലഭ്യമാകുന്നു. കൊടുങ്കാറ്റിലും കരയിലും കടലിലുമുള്ള മറ്റ് അപകടങ്ങളുടെയും സമയത്ത് ഇത് സംരക്ഷിക്കുന്നു. കൂടാതെ ധാരാളം ദൈവകൃപ വിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ വിശുദ്ധന്റെ പാത പിഞ്ചുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പുണ്യചരിതനോ വിശുദ്ധ